ദൈവം ജീവന്റെ ഉറവിടമാണ്. പ്രിയപ്പെട്ടവരെയും, യോഹന്നാൻ സുവിശേഷത്തിൽ ഉപയോഗിക്കുന്ന 3 പ്രതീകങ്ങളുണ്ട്, 3 യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒന്ന്, യേശു കാലിത്തൊഴുത്തിൽ പിറക്കുമ്പോൾ ഇതാ അവിടെ നക്ഷത്രം ഉദിച്ചു, ദിവ്യപ്രകാശം അവിടെ ആ പുൽക്കൂട്ടിൽ കടന്നു വന്നു. ദൈവം പ്രകാശമാണ്. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. അതെ, കാലിത്തൊഴുത്തിൽ പിറന്ന യേശു പ്രകാശമാണ്. ഹല്ലേലൂയ. ഈ യേശു തബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെട്ടു, ഇതാ പ്രകാശമായി മാറി. ഹല്ലേലൂയ. അവിടുന്ന് പ്രകാശമാണ്. എന്നാല് നമ്മൾ അറിഞ്ഞിരിക്കുക, ഇതാ അവിടുന്ന് ലാസറിന്റെ കുഴിമാടത്തിൽ നിന്നുകൊണ്ട് ലാസറെ പുറത്തു വരിക എന്ന് പറയുമ്പോൾ അവിടുന്ന് ജീവന്റെ നാഥനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് ജീവന്റെ നാഥനാണ്. ഹല്ലേലൂയ. അത് കൈയടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നാൽ കാൽവരി കുരിശിൽ യേശു സ്വന്തം ജീവൻ ബലി കഴിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നത് അവിടുന്ന് സ്നേഹമാണ്, അവിടുന്ന് പ്രകാശമാണ്, അവിടുന്ന് ജീവനാണ്, അവിടുന്ന് സ്നേഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എല്ലാം നമുക്കിന്ന് ദൈവത്തിന്റെ കയ്യിൽ കാണാൻ കഴിയണം. ജീവന്റെ നാഥനാണ് അവിടുന്ന്, എല്ലാ ദാനങ്ങളുടെയും ഉറവിടമാണ് അവിടുന്ന്. ഇത് നമുക്ക് ദൈവത്തിന്റെ കയ്യിൽ കാണാൻ സാധിക്കാത്തതിന് കാരണം എന്തെന്ന് ചോദിച്ചാല്, ചിലതിന്റെയൊക്കെ ഉടമസ്ഥാവകാശം നമ്മുടെ കയ്യിൽ ഇരിക്കുക. അങ്ങനെയുള്ളവർക്ക് ദൈവത്തെ കാണാൻ പറ്റിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കണ്ണിൽ നിന്ന് ഈ ചതമ്പൽ താഴെ വീഴണം. എന്തൊക്കെയോ ഉടമസ്ഥതയുടെ അഹങ്കാരത്തിന്റെ ഒരു ചതമ്പൽ നമ്മളിലുണ്ട്, താഴെ വീഴണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ആർക്കെങ്കിലും കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മിടുക്കൊണ്ടല്ല, അവരുടെ ശരീരമെല്ലാം കണ്ടീഷൻ ആയതുകൊണ്ടല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര കണ്ടീഷനായ ശരീരമായാലും ശരി, നമ്മൾ ശരിക്കും സൂക്ഷിച്ചു നോക്കിയാൽ പല കുഴപ്പവും കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ച് നാൾക്ക് മുമ്പ് ഞാനൊരു ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ, നമ്മള് പഠിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ വെച്ച് ചില ശരീരമൊക്കെ ഓപ്പറേഷൻ ചെയ്യാൻ ചെല്ലുമ്പോൾ ചില ഞരമ്പൊന്നും അവിടെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കുറേ നാളുകൾക്ക് മുമ്പ് ഞാനൊരു സഹോദരനുമായി സംസാരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വൈദ്യശാസ്ത്രം 8 വർഷത്തിന് മുമ്പ് 2 ആഴ്ചയിൽ കൂടുതൽ ആയുസില്ലെന്ന് പറഞ്ഞതാണ്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പുള്ളി പറഞ്ഞു, ഇന്ന് ഞാൻ ആശുപത്രിയിൽ ചെന്നാൽ ഡോക്ടർ പറയും നീ ഒരാഴ്ച കൂടി ജീവിക്കലെന്ന് പറയും. കാരണം അങ്ങനെ ഒരു തകരാറിലാണ് പുള്ളിയുടെ ശരീരം ഇരിക്കുന്നത്. പക്ഷേ പുള്ളി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവന്റെ നാഥന് ഇതൊക്കെ പോരെ ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അവിടുന്നാണ് ഇതിന്റെ ഉടമസ്ഥൻ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുറെ മിടുക്കിന്റെയും സാമർഥ്യത്തെക്കുറിച്ചുള്ള ചില ഓർമ്മകൾ നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തിലേക്ക് ശരിക്കും നോക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെയും, നമ്മൾ പുറപ്പാടിന്റെ പുസ്തകം 24-25 വായിക്കുന്നു, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക, അപ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ രോഗങ്ങൾ ദൈവം മാറ്റിക്കളയും, നിനക്ക് സന്താന ഭാഗ്യമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് സന്താന ഭാഗ്യമുണ്ടാകുമെന്ന് ദൈവം പറഞ്ഞു വച്ചിരിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഉടമസ്ഥാവകാശം ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കണം. നീ ഏതെങ്കിലും മേഖലയിൽ ഉടമസ്ഥനായിരുന്നാൽ ദൈവാരാധന നടക്കുകയില്ല.
കാരണം നീ അവിടെ ഒരു കുട്ടി ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ മുഴുവൻ ജീവിതത്തിന്റെയും ഉടമസ്ഥരും നാഥനുമായി ദൈവത്തെ കാണാൻ കഴിഞ്ഞാലേ അവിടെ ആരാധന നടക്കുകയുള്ളൂ. ദൈവത്തെ ആരാധിക്കാനുള്ള തടസ്സം എന്താ? നമ്മൾ എവിടെയൊക്കെയോ യജമാനനായിട്ടിരിക്കുന്നു. ചില ആളുകളോട് ഒന്ന് പറയാറുണ്ട്, അച്ഛാ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്താണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടത്? എളിമപ്പെടുക, എളിമപ്പെട്ടേക്കുക. അപ്പോഴും ഒരു സഹോദരൻ പറഞ്ഞു, എളിമപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? കുനിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എളിമയിലാണച്ചാ ഇരിക്കുന്നത്, എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറ്റും എന്നുള്ള, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും എന്നുള്ള ചിന്തയുണ്ടല്ലോ, അതും കൂടെ അങ്ങ് കളഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. നിനക്കെന്ത് പ്രാർത്ഥിക്കാനാ? നിന്നെ കൊണ്ട് അതിനും പറ്റിയല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെ നീ അതും പറ്റിയല്ല എന്ന് പറയുമ്പം അതുകൂടെ അങ്ങ് കൈവിട്ട് കഴിയുമ്പോൾ നീ ദൈവത്തിന്റെ കയ്യിലായി കഴിഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമ്മുടെ ജീവന്റെ നാഥൻ, എല്ലാത്തിനും സൃഷ്ടാവ്, സർവ്വനന്മകളുടെയും ഉറവിടം, എല്ലാം അവിടെ നിന്നാണ് നൽകുന്നത്. നമ്മൾ മക്കളാണ്. അപ്പം തരുന്നതാണ് എല്ലാം. നിനക്ക് മകനായി മകൻ എന്ന അനുഭവം ഉണ്ടാകണമോ എങ്കിൽ എല്ലാം അപ്പന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളുക. സ്വന്തം കഴിവുകൊണ്ടുണ്ടാക്കിയതാണെന്ന് ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും അപ്പന്റെ അനുഭവം ഉണ്ടാകുകയില്ല. അപ്പനായിട്ട് അംഗീകരിച്ചാൽ മാത്രമേ മകന്റെ അനുഭവം ഉണ്ടാവുകയുള്ളൂ. പുത്രസ്വീകാര്യത്തിന്റെ അനുഭവം ഉണ്ടാകണമെങ്കിൽ ദൈവത്തെ പിതാവായിട്ട് അംഗീകരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം ദൈവ കൈകളിൽ നിന്ന് വാങ്ങിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ അനുഭവം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെയും ഇതാ എളിമയിലേക്ക് വരാൻ, എല്ലാം ദൈവത്തിൻ്റെതായി കാണുവാൻ, എന്നിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് തമ്പുരാൻ്റെതാണ്, മറ്റുള്ളവരിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെതാണ്. എന്റെ കയ്യിൽ ഇരിക്കുമ്പോഴും അത് തമ്പുരാന്റെ ഉടമസ്ഥയിലാണ് ഇരിക്കുന്നത്. മറ്റുള്ളവരുടെ കയ്യിലിരിക്കുമ്പോഴും അത് അവരുടെ ഉടമസ്ഥയിലല്ല, ദൈവത്തിന്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. ദൈവത്തിന് ഏത് സെക്കൻഡിലും അവരുടെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ ദാനങ്ങളും ഇന്നലെയും ഇന്നും നാളെയും അത് തമ്പുരാന്റെ കയ്യിൽ തന്നെയാണ്. ദൈവ കൈകളിൽ കാണുക. അവർക്കാണ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുക. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇതുവരെയും നമ്മൾ ഏതൊരു മേഖലയിൽ ഉടമസ്ഥത അനുഭവിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്നത് ബലിപീഠത്തിലേക്കൊന്ന് വയ്ക്കുകയാണ്. ദൈവം ഇത് നിന്റേതാണ് എന്ന് ഏറ്റു പറയുക. ഉടമസ്ഥാവകാശം തമ്പുരാന് മുമ്പിൽ വെച്ചാണ് ആരാധന നടത്തേണ്ടത്. അടിയറ വയ്ക്കുമ്പോൾ ആണ് ആരാധന ഉണ്ടാകുക. നീ യജമാനായിരിക്കുന്നിടത്തോളം കാലം നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റിയല്ല. നിനക്കിവിടെ പറയാം, ദൈവമേ ആരാധിക്കുന്നു, വാഴ്ത്തുന്നു എന്നൊക്കെ പറയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വള്ളം കെട്ടിയിട്ടതിന് ശേഷം ഊതുന്ന പോലെയാണ്. പക്ഷേ ഈ കെട്ടുപൊട്ടിക്കാതെ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുകയില്ല. ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ദാനങ്ങളെല്ലാം നമ്മൾ ശരിക്കും കാണുന്നത്. ദൈവത്തെ ആരാധിക്കുന്ന ആണ് ദൈവദാനങ്ങൾ സ്വീകരിക്കുവാനുള്ള പ്രിപ്പറേഷൻ. ദൈവത്തിന്റെ ദാനങ്ങൾ സ്വീകരിക്കുവാനുള്ള ഒരുങ്ങിയ മനസ്സ് എന്ന് പറയുന്നത് ഇതാ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മനസ്സാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ടായി. നമ്മൾ ദൈവത്തെ ആരാധിച്ചത് അത് സ്വീകരിക്കാൻ തയ്യാറാകുക. ദൈവം എല്ലാം യേശുക്രിസ്തുവിലൂടെ നമുക്ക് തന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പിതാവായിട്ട് അനുഭവിച്ചറിയുക എന്ന് പറയുമ്പോൾ ദൈവത്തെ സൃഷ്ടാവായി അനുഭവിച്ചറിയുക തന്നെയാണ്. ദൈവത്തിന് സൃഷ്ടികർമ്മത്തിൽ പോലും നമ്മളെ പങ്കുചേർത്തുകൊണ്ട് ദൈവത്തിന്റെ ആ പിതൃത്വം അതിൽ പങ്കുചേരുവാൻ ദൈവം നമ്മളെ അനുവദിച്ചിരിക്കുകയാണ്. ദൈവം പിതാവാണെന്ന് അനുഭവിച്ചറിയുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പല പിതൃത്വവും നമ്മൾ അംഗീകരിക്കാതിരിക്കുന്നിടത്തോളം കാലം ഇതാ സൃഷ്ടികർമ്മത്തിലെ ദൈവത്തിന്റെ പിതൃത്വത്തിൽ ചിലപ്പോൾ നമുക്ക് പങ്കുചേരാൻ സാധിച്ചുവെന്ന് വരികയില്ല. അതുകൊണ്ട് എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ പിതൃത്വത്തെ അംഗീകരിച്ച്
ദൈവത്തെ സ്തുതിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ എളിമയിലേക്ക് വരുവാനായിട്ട് തയ്യാറാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ നിഷേധിക്കുകയല്ല ചെയ്തത്, പിന്നെയോ ദൈവം നമ്മുടെ അഹങ്കാരത്തെ ഒന്ന് ഉടച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്തിനാ? വലിയൊരു വെളിപാട് നമ്മുടെ ഉള്ളിലേക്ക് കിട്ടാൻ, ഒരു ജ്ഞാനം കിട്ടാൻ. എങ്ങനെയുള്ള ജ്ഞാനം? സർവത്തിന്റെയും ഉടമസ്ഥനായി ദൈവത്തെ കാണാൻ, ജീവന്റെ നാഥനായി ദൈവത്തെ കാണാൻ, എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് എന്ന ബോധ്യത്തിലേക്ക് വരുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇതുവരെയും നമ്മൾ അഹങ്കരിച്ചുകൊണ്ടിരുന്നതെല്ലാം ബലിപീഠത്തിൽ വയ്ക്കുവാൻ നമുക്കിത് തയ്യാറാകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാനങ്ങളുടെ അഭാവം ദൈവം തള്ളിക്കളഞ്ഞതിന്റെ അഭാവമല്ല. യേശു ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നില്ല. അവനെപ്പോഴും നിന്റെ അടുത്തുണ്ട്. ഇതാ, ഒരിക്കലും പൊട്ടാത്ത സാന്നിധ്യമാണ് നമ്മളിലെ ക്രിസ്തു സാന്നിധ്യം. യേശു ഒരിക്കലും നമ്മുടെ അടുത്തുനിന്ന് പോയില്ല. ദാനങ്ങളാണ് മാറിപ്പോവുക. യേശുവിനെ എങ്ങനെ നമ്മൾ ഇട്ടിട്ട് പോകാൻ കഴിയും? പുതിയ നിയമത്തിലെ താളുകൾ നോക്കിക്കേ. ഓരോ പാപിയുടെയും പിന്നാലെ ഈശോ ചെല്ലുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ യേശുവിന് മുമ്പിൽ എളിമപ്പെടാനായിട്ട് തയ്യാറാകാം. സർവത്തിന്റെയും നാഥനും ഉടമസ്ഥനും എല്ലാമായി നമുക്ക് ദൈവത്തെ ഏറ്റുപറയാം. ബൈബിൾ ആരംഭിക്കുന്നതിന് നമുക്ക് കാണാൻ സാധിക്കും, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എല്ലാം സൃഷ്ടിച്ചു വെച്ചു. ഇതെന്തിനാണ്? എല്ലാത്തിന്റെയും നാഥനും ഉടമസ്ഥനുമായി ദൈവത്തെ കാണാനായിട്ട്. ഇതൊന്നും മനുഷ്യന്റെ കരവേലയല്ല, ദൈവത്തിന്റെ കരവേലയാണ്. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ദൈവം ചിലതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ സൃഷ്ടിക്കുക, എന്നിട്ട് ബാക്കിയൊക്കെ സൃഷ്ടിക്കുക. അപ്പൊ നമുക്കൊന്ന് കാണുകയൊക്കെ ചെയ്യാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ ദൈവം അങ്ങനെയല്ല ചെയ്തത്. എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തായിരിക്കാന് കാരണം? കാരണം ഇത്രയേ ഉള്ളൂ, ദൈവത്തിന് നമ്മുടെ സ്വഭാവം നന്നായിട്ട് അറിയാം. നമ്മളെ എങ്ങാനും സൃഷ്ടിച്ചതിന് ശേഷമാണ് ദൈവം എന്തെങ്കിലും ഈ ഭൂമി സൃഷ്ടിക്കുന്നതെങ്കിൽ നമ്മൾ പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ടൈപ്പാണ് നമ്മൾ. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ഉണ്ടാകുന്നതിന് മുമ്പ് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് നീ ഉണ്ടാക്കിയതാണെന്നുള്ള ബീമ്പൊക്കെ അങ്ങോട്ട് കളഞ്ഞേര്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇതാ ദൈവം നമ്മളെ എളിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ പിതാവായിട്ട് അനുഭവിച്ചറിയുക, ഇതിന്റെ ഒരു ഭാഗമാണ് വാസ്തവത്തിൽ ദൈവത്തിന്റെ പിതൃത്വ അനുഭവത്തിന്റെ ഒരു ഭാഗമാണ് ഒരു കുഞ്ഞുണ്ടാകുക എന്ന് തന്നെ. അപ്പൊ ജീവിതത്തിന് എത്രയോ മേഖലകളിൽ നമുക്ക് ദൈവത്തെ പിതാവായിട്ട് ഒന്ന് അനുഭവിച്ചറിയാൻ കിടക്കുന്നു. ആ മേഖലയിലെല്ലാം ദൈവത്തിന്റെ പിതൃത്വത്തെ നീ ഒന്ന് അംഗീകരിച്ച്, അപ്പൊ അങ്ങനെ അംഗീകരിക്കാൻ തുടങ്ങുമ്പോൾ ഇതാ നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ ഈ പിതൃത്വത്തെ നമുക്ക് ഒരു അനുഭവമായി നമുക്ക് സ്വീകരിക്കാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 1 കൊരിന്ത്യർ 4:7 നമ്മൾ വായിക്കുന്നു, അല്ലയോ മനുഷ്യ, ഇതാ നിനക്കെന്ത് പ്രത്യേകതയാണുള്ളത്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? എല്ലാം ദൈവത്തിന്റെ ദാനമാണ്, സൗജന്യ ദാനമാണ്. ഇതാ മറിയം ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞതുപോലെ, അബ്രഹാം എല്ലാം ദൈവ കൈകളിൽ നിന്ന് വാങ്ങിച്ചതുപോലെ, സക്കറിയായുടെയും എലിസബത്തിന്റെയും ജീവിതത്തിൽ ദൈവം എപ്രകാരം അവരെ എളിമയിലേക്ക് കൊണ്ടുവന്നുവോ അവിടെയാണ് വലിയ ദാനങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുക. അതുകൊണ്ട് നമ്മുടെ എല്ലാ ഉടമസ്ഥാവകാശവും തകരട്ടെ, ദൈവത്തിന്റെ മഹത്വം ദർശിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാനായി നമ്മുടെ കണ്ണിലെ എല്ലാ ചതമ്പലുകളും താഴെ വീഴട്ടെ, എല്ലാ അഹങ്കാരത്തിന്റെ ചതമ്പലുകളും ഉടയട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം തരുന്നതും എടുക്കുന്നതും ദൈവ മഹത്വത്തിനായിട്ടാണ്.
നമുക്കത് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, 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 hallelujah. സ്തുതിയും സ്തോത്രം ഉണ്ടാകട്ടെ, മഹത്വം ഉണ്ടാകട്ടെ. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ തന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇതാ നമുക്ക് നമ്മളെ തന്നെ കുറ്റപ്പെടുത്താനോ ശപിക്കാനോ പോകരുത്. ദൈവം നമ്മുടെ ജീവിതത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം നമുക്ക് ഉന്നതമായ ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വളരാനുള്ളത് എളിമയിലേക്കാണ്. അടിസ്ഥാനപരമായി നമ്മൾ എളിമയിലേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെ നേരെയുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറും. അവിടെയെല്ലാം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ ആരാധിക്കാനും കഴിയും. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് കുഞ്ഞുണ്ടാകാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ദൈവത്തെ ആരാധിക്കുക. ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഉടമസ്ഥാവകാശം ദൂരെ കളയണം. നീ യജമാനനായിട്ടിരിക്കുമ്പോൾ നീ ആരെ ആരാധിക്കുക? നിന്നെ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് ആരാധന കൊടുക്കുക. സാത്താന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമായി ആരാധന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വലിയ ആഗ്രഹമാണ് അവനെ ആരാധിക്കണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കൽ യേശുവിന്റെ അടുക്കൽ ചെന്ന് സാത്താൻ പറഞ്ഞു, നീ എന്നെ കുമ്പിട്ടാരാധിച്ചാൽ ഈ കാണുന്നതൊക്കെ നിനക്ക് തന്നേക്കാമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവന്റെ ആഗ്രഹമാണ് അവനെ ആരാധിക്കണം എന്നത്. പക്ഷേ നമുക്കറിയാം, ഒരു മനുഷ്യനും ബോധപൂർവ്വം ചെകുത്താനെ ആരാധിക്കുകയല്ല. ഹല്ലേലൂയ. ഇത് ചെകുത്താനും അറിയാം. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിലേക്ക് നോക്കും, നീ വേറെ എന്തിനെ ആരാധിക്കുന്നത്? അപ്പൊ നോക്കുമ്പോൾ ചിലരുടെ ഉള്ളിൽ പണമാണ് ആരാധനാ വിഷയം. അപ്പോൾ അവൻ പണത്തിനകത്ത് കയറിയിരിക്കും. അപ്പോൾ നീ എന്തിനെ ആരാധിക്കുന്നു അതിനകത്ത് ചെകുത്താൻ കയറിയിരിക്കും. ദൈവമല്ലാത്ത വേറെ എന്തിനെ ആരാധിച്ചാലും അതിനകത്ത് സാത്താൻ കയറിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെകുത്താൻ കയറി ഇരുന്നാൽ എന്താ സംഭവിക്കുക? എന്തിനാ ചെകുത്താൻ വരുന്നത്? എന്തിനാ ദൈവം വരുന്നത്? നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായിട്ടുണ്ടാകുവാനുമാണ്. സാത്താൻ വരുന്നത് എന്തിനാ? കൊല്ലുവാനും മോഷ്ടിക്കുവാനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കാൻ ഉടമസ്ഥാവകാശം ഉടയ്ക്കണം. ഇതൊന്നും എന്റേതല്ല, ദൈവത്തിൻ്റെതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എളിമയിലേക്ക് വന്നാലേ നമുക്ക് മറ്റുള്ള എല്ലാവരെയും നമുക്ക് സഹോദരങ്ങളായിട്ട് കാണാൻ പറ്റും. ചില കുടുംബജീവിതത്തിൽ പോലും വാസ്തവത്തിൽ ജീവിത പങ്കാളിയെ വേണ്ട വിധത്തിൽ ബഹുമാനിക്കാനോ ആദരിക്കാനോ അവർക്ക് കഴിയുന്നില്ല. അവര് ഒരു ഉപയോഗ വസ്തുവായിട്ട് ജീവിത പങ്കാളിയെ കാണുന്നവരുണ്ട്. ഭർത്താവിനെ, ഭാര്യയെ അങ്ങനെ ഒരു ഉപയോഗ വസ്തുവായി കാണുക. യഥാർത്ഥമായ ഒരു സ്നേഹബന്ധത്തിലല്ല നിൽക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്കത് യഥാർത്ഥത്തിൽ ജീവിത പങ്കാളിയെ തന്നെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ, അംഗീകരിക്കാൻ കഴിയണമെങ്കിൽ, മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ അഹങ്കാരത്തിന്റെ ചെതമ്പൽ ഉടയണം. സാവൂളിന് തന്റെ മതത്തിൽപ്പെടാത്ത ആരെയും സാവൂളിന് ഇഷ്ടമില്ലായിരുന്നു. എന്നാൽ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സാവൂളിന്റെ മനോഭാവം മാറി. ബൈബിൾ എഴുതിയിരിക്കുക, അവന്റെ കണ്ണിൽ നിന്നൊരു ചെതമ്പൽ താഴെ വീണു. പ്രൈസ് ദി ലോർഡ്. അന്ന് മുതൽ എല്ലാവരെയും സഹോദരങ്ങളായി കാണാൻ കഴിഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഒരിക്കൽ കൂടി നമുക്കത് കാര്യങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഈ ബന്ധനങ്ങളെല്ലാം തകർന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മുടെ ക്ഷീണം മാറും, ഉറക്കം പോകും, ബന്ധനങ്ങൾ അഴിയും, പ്രാർത്ഥിക്കാനുള്ള ഉത്സാഹം കിട്ടും. ഇതാ നമ്മുടെ ജീവിതത്തിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈ കൂട്ടായ്മയുള്ള ഓരോ വ്യക്തിയെ നീ തൊടണമേ. എല്ലാവിധ ബന്ധനങ്ങളെ നീ അഴിക്കണമേ. ദൈവ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 യേശുവേ സ്തോത്രം. അപ്പൊ നമ്മൾ കുറേശ്ശെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി നമ്മളിലുള്ള എല്ലാം തമ്പുരാന്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചിങ്ങനെ നമ്മൾ തന്നെത്താനെ പ്രാർത്ഥിക്കാൻ പഠിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ തന്നെ പരിശ്രമിക്കുക, എളിമപ്പെടുക, ഉടമസ്ഥാവകാശം ദൈവത്തിന് വിട്ടുകൊടുക്കുക, എന്നിട്ട് ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ചില കമന്റുകൾ, ഇപ്പോ വൈദ്യശാസ്ത്ര പരിശോധനയിലൂടെയോ മറ്റു ചില കമന്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. നിനക്ക് ഇത് അസാധ്യമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ ദൈവസന്നിധിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കമന്റുകളെല്ലാം തലയിൽ നിന്ന് തൽക്കാലത്തേക്ക് മുഴുവൻ കളയുക. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ തരാതിരിക്കുന്ന ഈ അവസ്ഥ എന്ന് പറയുന്നത് ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞ അവസ്ഥയല്ല, ദൈവം നമ്മളെ ശപിച്ചിട്ടിരിക്കുന്ന അവസ്ഥയല്ല, പിന്നെയോ നമുക്ക് വളരാനുള്ള ഒരു ഏരിയയാണ്. ആത്മീയമായിട്ട് വളരാനായിട്ടുള്ള ഒരു സ്പേസ് ആണത്. അത് വളരാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അബ്രാഹത്തെയും സാറായെയും വളർത്തിയ ദൈവം സ്നാപക യോഹന്നാനെ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം സക്കറിയായെയും എലിസബത്തെയും അനുഗ്രഹിച്ച ദൈവം എന്തിന് തന്റെ ഏകപുത്രനെ ലോകത്തിന് മുഴുവനും നൽകുവാനായിട്ട് മറിയത്തിന് കഴിഞ്ഞതുപോലെ ഇതാ ദൈവം ഉന്നതമായൊരു കാര്യത്തിന് വേണ്ടി, ഉന്നതമായൊരു ഉദ്ദേശത്തിന് വേണ്ടി ദൈവം നമ്മുടെ ജീവിതത്തെ ഒരുക്കി മെരുക്കി രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തമ്പുരാന്റെ കയ്യിലേക്ക് പ്രത്യാശയോടെ വിട്ടുകൊടുക്കുവാൻ നമ്മളിത് തയ്യാറാകണം. ഹല്ലേലൂയ. സ്വയം ശപിക്കുകയോ സ്വയം വെറുക്കുകയോ ചെയ്യുന്ന എല്ലാവിധ ചങ്ങലകളിൽ നിന്നും ഇപ്പോൾ തന്നെ നമ്മൾ വെളിയിൽ വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.